നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രി നിതേഷ് റാണയുടെ വിവാദ പരാമർശത്തിൻ്റെ അനുരണനങ്ങൾ തുടരുന്ന സാഹചര്യമാണ്. കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുണ്ടായി, അനുകൂലിച്ചും എതിർത്തുമൊക്കെ. അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലായിരുന്നു. ആ വിഷയം ചർച്ച ചെയ്ത ചാനൽ മുറികളിലും ഇപ്പോൾ ആ വിവാദത്തിന് തുടർച്ചയുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ സംസ്ഥാന വക്താവായ ജയസൂര്യ എന്ന വ്യക്തി കേരളം മിനി പാകിസ്ഥാനാണ്, അങ്ങനെ തന്നെ കൊടുത്തുകൊള്ളൂ ഞാൻ പറഞ്ഞതായി എന്ന് ആവർത്തിച്ച് പറയുന്നത് നാം കണ്ടതാണ്. അതൊരൊറ്റപ്പെട്ട ശബ്ദമാണോ? അതല്ല, അത് കേരളവുമായി ബന്ധപ്പെട്ട് ബോധപൂർവം കേരള BJPയും ഇനി ഏറ്റെടുക്കാൻ പോകുന്ന കേരളത്തെ പറ്റിയുള്ള ആഖ്യാനമാണോ? അതാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത്. പ്രമോദ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഒറ്റപ്പെട്ട ശബ്ദമോ? അതല്ല, മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി വെക്കുന്നു, പക്ഷേ അതൊരു ഒറ്റപ്പെട്ട ശബ്ദമല്ല എന്ന നിലയിലേക്ക് തന്നെ അതിനെ സ്ഥിരപ്പെടുത്താനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമോ? വേണു, അത് മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ തുടങ്ങുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, കേരളത്തെക്കുറിച്ചാവട്ടെ, ബംഗാളിനെക്കുറിച്ചാവട്ടെ, മലപ്പുറം ജില്ലയെക്കുറിച്ചാവട്ടെ ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലായി BJP ദേശീയ തലത്തിൽ പല പ്രമുഖ വക്താക്കളിലൂടെയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു പരാമർശമാണ് ഈ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പാടെ നമ്മൾ ഈ ഗർഹണീയത എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, അത് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് എല്ലാം കൂടി നമ്മൾ എന്തോ ഒരു വലിയ നശിച്ച ഒരു സംഗതിയാണ്. പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ ഒരു അങ്ങേയറ്റം ജീർണമായൊരു സ്ഥലമാണ് എന്നൊക്കെ വിചാരിച്ചാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനെയാണ് കരുതിയിട്ടാണെങ്കിൽ എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഉണ്ട്. ആ രാജ്യം ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ട് ഉണ്ടായതാണ്. അവിടെ ധാരാളം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർക്കും അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്. മതപരമായി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മളതിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ സമീപകാലത്ത് നമ്മുടെ സുഹൃത്തും കൂടിയായ മനോഹരൻ പേരകം എഴുതിയ പുസ്തകമുണ്ട്, ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന് പറയുന്ന നോവലുണ്ട്. ആ നോവൽ ഞാൻ അടുത്ത കാലത്ത് വായിച്ചതാണ്. മനോഹരമായ നോവലാണ്. അതിനോടൊപ്പം പറയേണ്ട കാര്യം, അവിടുത്തെ പ്രദേശങ്ങളുടെ പലതരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ സാമൂഹിക ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പ്രവാസിയായ ഒരു പാകിസ്ഥാനിയെക്കുറിച്ചുള്ളതാണ് ആ നോവൽ. പക്ഷേ ഇത് വിവരിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊക്കെ ഒന്ന് അവിടെ പോകണമെന്ന് തോന്നും, മനോഹരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അവിടെ പാകിസ്ഥാൻ എന്ന് കേട്ട ഉടനെ തന്നെ എന്തോ ഒരു വല്ലാത്ത ഒരു ജീർണിച്ച അവസ്ഥയാണ് എന്ന് തോന്നുന്ന ഒരു വിവരക്കേടും രോഗാവസ്ഥയൊക്കെ ഉള്ളവർ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിനകത്ത് ഉള്ള ഗർഹണീയത എന്ന് പറയുന്നത്, അത് അങ്ങനെ വിശേഷിപ്പിക്കാൻ അവരുടെ ഉള്ളിൽ ഉള്ള വർഗീയതയാണ് യഥാർത്ഥത്തിൽ അതിലെ നമ്മളെ ഏറ്റവും അധികം അവേഴ്സ് ചെയ്യിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അതാണ്. അത് വർഗീയമാണ് അവരുടെ ആ പരാമർശം. തീർത്തും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമോ അല്ലെങ്കിൽ മറ്റത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള സംഗതിയോ ഒന്നും വെച്ചിട്ടില്ല ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാൻ എന്ന വിശേഷണം അതത് സന്ദർഭങ്ങളിൽ അവർക്ക് ആരെയാണോ ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് അവർക്കെതിരായിട്ട് പ്രയോഗിക്കാൻ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, മലപ്പുറം ജില്ലയെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് 2020. അങ്ങനെ ഒരു പരാമർശത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. 2021 പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതെല്ലാം കൂടി ബംഗാളിനെ ഒരു മിനി പാകിസ്ഥാനാക്കി കളയുമെന്ന് BJP നേതാക്കൾ പ്രസംഗിച്ചതാണ്. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നിതേഷ് റാണ അങ്ങനെ പറയുന്നു. അത് തന്നെ BJP സംസ്ഥാന നേതാക്കൾ ഏറ്റുപിടിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കാണേണ്ടത് ശരിയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ആരംഭിച്ച് കേരളത്തിലേക്ക് എത്തുന്നതല്ല, ദേശീയ തലത്തിൽ പണ്ടേ ആരംഭിച്ച് ഒരു ഘട്ടം മുതൽ ആരംഭിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന അതിനെക്കുറിച്ച് നമ്മൾ പറയുക, അതൊരു ബ്രാൻഡിങ്. ആ ബ്രാൻഡിങ് ഉപയോഗിച്ച് കേരളത്തെ വിശേഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് കണ്ടത്. അത് സംസ്ഥാന നേതാക്കൾ തന്നെ ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാപ്പർഹിക്കാത്ത ഒരു കുറ്റകൃത്യം BJP നേതാക്കൾ ചെയ്തു തുടങ്ങുന്നു എന്ന് കാണണം. കാരണം ഇപ്പോൾ ദേശീയ നേതാക്കളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയണം, അവർ കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത അസംബന്ധങ്ങൾ പറഞ്ഞു കളയും, നുണകൾ പറഞ്ഞു കളയും. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ, ഈ നിതേഷ് റാണ ആദ്യം ഇത് പറഞ്ഞിട്ട് പിന്നീട് അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ചില കമൻറ്റുകൾ നടത്തിയത് വേണം ശ്രദ്ധിച്ചു കാണും, അജിംസും ശ്രദ്ധിച്ചാണ്. എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണം. കേരളത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. മാത്രമല്ല, കേരളത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. 12,400 ഹിന്ദു വനിതകളെ എന്താ മതം മാറ്റപ്പെടുന്നതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ വിവരക്കേടും നുണയും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ അർഹത പണ്ടേ നേടിയിട്ടുള്ള ആളുകളാണ് അവർ. പക്ഷേ അതിൻ്റെ ഒരു ഇങ്ങേയറ്റത്ത് കേരളത്തിലെ നേതാക്കൾ അത്. കാരണം ഇവിടെ ഈ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നലെ തന്നെ ആ പറയുന്ന മനുഷ്യന്, ഈ ജയസൂര്യൻ എന്ന് പറയുന്ന ആ ആൾക്ക്, അയാൾ മലയാളിയാണ്, അയാൾ ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നു. അതേസമയം മിനി പാകിസ്ഥാനിലാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയുന്നു. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിൽ MP ആണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയുന്നു. BJPക്ക് ഇവിടെ അങ്ങനെ പ്രവർത്തിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ചാൽ ഒരു നാണവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം? ഒറ്റ കാര്യമേ ഉള്ളൂ, മുസ്ലിം വിരോധമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അത് കേരളത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയങ്ങളുമായി ബന്ധപ്പെടുത്തി അവരെ ആ നിലയ്ക്ക് അതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ വളരെ രാഷ്ട്രീയമായി തന്നെ അവർക്ക് എളുപ്പമാണ്. അപ്പോൾ അത് രണ്ടും കൂടി നടക്കും. ഒറ്റ വെടിക്ക് രണ്ട് കാര്യങ്ങൾ അവർക്ക് നടക്കുന്നു. ഒന്ന്, രാഹുലിനെയും പ്രിയങ്കയെയും മുസ്ലിം തീവ്രവാദ വർഗീയ കക്ഷികളുടെ ഒരു പിന്തുണയോടെ ജയിച്ചവരായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തിനും ജനാധിപത്യ പാർട്ടികൾക്കുമൊക്കെ നല്ല പേരുള്ള നവോത്ഥാനം വളർന്നു പന്തലിച്ച ഒരു കണക്കിനും അവരുടെ ഈ കളികളിൽ വീഴാത്ത ഒരു സംസ്ഥാനത്തെ അധിക്ഷേപിക്കാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റുകയും ചെയ്യുന്നു. ഇതൊരു കളിയാണ്. ഈ കളി ഇന്നലെയോ തുടങ്ങിയതല്ല, ദീർഘനാളായി തുടരുന്നതാണ്. അതിനൊക്കെ കേരളം നന്നായി മറുപടി കൊടുക്കുന്നുണ്ട് എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. ശരി, അജിംസ, ഇപ്പോൾ ഈ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ചില പ്രദേശങ്ങളുണ്ടാകാം, ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ടാകാം, ഡെമോഗ്രാഫിക്കായിട്ട് അങ്ങനെ വരുന്നതാകാം. അത് അവിടവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം, ഒരു ആക്ഷേപം വന്നാൽ പിന്നെയും മലയാളികൾ പൊതുവില ശരി അങ്ങനെ ഒരു ഡേറ്റ ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഇങ്ങനൊരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഡേറ്റയൊന്ന്, രാഷ്ട്രീയ പ്രതികരണം അതിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ ഒന്ന്, അങ്ങനെ വ്യവച്ഛേദിച്ച് കാണാമായിരുന്നു. ഇതിപ്പോൾ ജയസൂര്യ പറയുന്നത് കേരളത്തിലെ മുഴുവൻ MP-മാരും ഈ മിനി പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വീകാര്യത എത്രത്തോളമാണ് എന്നതിനെപ്പറ്റി യാതൊരു ബോധ്യവും അദ്ദേഹത്തിന് ഇല്ല എന്നാണോ? അത് സംഘപരിവാറിൻ്റെ നറേറ്റീവ് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്താ പറയുക, മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറയില്ലേ, അതുപോലെ ഇതിൻ്റെ എല്ലാം തുടക്കം എന്നാണ്. വിജയരാഘവൻ പറയുന്നു, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ച് ജയിച്ചത് അവരുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളായിരുന്നു. എവിടെ? വയനാട് ജില്ലയിൽ. അപ്പോൾ അതിൽ ഡാറ്റ വെച്ച് പൊളിക്കാൻ നോക്കി കഴിഞ്ഞാൽ വയനാട് മണ്ഡലത്തിൽ വർഗീയവാദികൾക്ക് എത്ര വോട്ടുണ്ട്? ഇവർ സോക്കോൾഡ് വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന പാർട്ടികൾക്ക്, ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, ഇവരാണ് ഈ മുസ്ലിം വർഗീയവാദികൾ. അവർക്ക് എത്ര കൂട്ടിയാലും 10,000-ലധികം വോട്ട് അവിടെ ഉണ്ടാവില്ല. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല എന്ന് ഡാറ്റ മുമ്പിൽ കൊടുത്താൽ അവർ സ്വീകരിക്കാൻ പോകുന്നില്ല. അതായത് 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നവർ ഈ 10,000 വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നുള്ള നറേറ്റീവാണ് സൃഷ്ടിക്കുന്നത്. നോക്കുക, ഇതിനു മുമ്പ് ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിക്കുന്ന വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണെന്ന് BJPക്ക് ആരോപണം ഉണ്ടായിരുന്നില്ല. വിജയരാഘവൻ അത് പറഞ്ഞതിന് ശേഷം ദേശീയ ചാനലുകൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത്? കേരളത്തിൽ ഒരു CPM-ൻ്റെ ഉന്നത നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അന്ന് മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ആ വാർത്തയ്ക്ക് ശേഷമാണ് ഈ നിതേഷ് റാണെ ഈ പ്രസ്താവന നടത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് BJPയുടെ ഭാഗത്ത് വന്ന ആരോപണം, രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ഒരു ആരോപണം. അവിടെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പാകിസ്ഥാൻ്റെ കൊടി, മുസ്ലിം ലീഗിൻ്റെ കൊടിയെ പറ്റി പാകിസ്ഥാൻ്റെ കൊടി, ഈ രണ്ടും വിജയരാഘവൻ പറഞ്ഞതും BJP പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് രണ്ടും വർഗീയ പ്രസ്താവനയാണ്, രാഷ്ട്രീയ പ്രസ്താവനയല്ല. ഇനി ഏത് ഡാറ്റ വെച്ച് നോക്കിയാലും അത് നമുക്ക് രാഷ്ട്രീയ പ്രസ്താവന എന്ന് വിളിക്കാൻ കഴിയില്ല. ഈ വിവാദം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇതിപ്പോൾ കേരളത്തിലൊരു BJP നേതാവ്, ഈ ജയസൂര്യൻ എന്ന് പറയുന്ന ചാനൽ ചർച്ചകൾ വരുന്ന BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, പൊതുവെ മൃദുഭാഷിയായ, ചാനൽ ചർച്ചകൾ അങ്ങനെ വർഗീയത പറയാത്ത ഒരാളാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് BJPയിൽ വർഗീയത പറയാത്ത നേതാക്കന്മാർക്ക് പിന്നെ ഭാവിയില്ല. നിങ്ങൾ ഓരോരുത്തരെടുത്ത് നോക്കിയോ, BJPയിൽ ആരൊക്കെയാണ് വർഗീയത പറയാത്തത്, സൗമ്യമായി സംസാരിക്കുന്നത്, അവർക്കും BJPയിൽ തിളങ്ങാൻ കഴിയില്ല. അത് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ആളുകൾ അവരുടെ കരിയർ നന്നാക്കാൻ നോക്കുമ്പോൾ വർഗീയത പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. ഇനി വർഗീയത പറയണ്ട എന്നെങ്ങാനും ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. സന്ദീപ് വാര്യർ ഉദാഹരണം. അപ്പോൾ ഇതാണ് BJPയുടെ പ്രശ്നം. അപ്പം ഈ ജയസൂര്യൻ പറയുന്ന പോയിന്റ് എന്താണ്? ഇനിയിപ്പോൾ കാനേഷുമാരി വെച്ച് സെൻസസ് വെച്ചിട്ടുള്ള കണക്കാണെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ, കേരളത്തിലിപ്പോൾ 50% മുസ്ലിങ്ങളാണുള്ളതെങ്കിൽ ഇനി മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് അംഗീകരിക്കാമായിരുന്നു അല്ലേ വേണു പറഞ്ഞത്? അങ്ങനെയല്ല. ഓക്കെ, മുസ്ലിം ജനസംഖ്യ അത്ര ഇല്ലല്ലോ, ഒന്ന് അതൊരു പ്രശ്നം. ഇനി മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്
പറയുന്നതെങ്കിൽ, അതാണ് ജയസൂര്യൻ പറയുന്നത്, നിങ്ങൾ കേരളം മിനി പാകിസ്ഥാനെന്ന് പറയൂ, കാരണം മലപ്പുറത്ത് നിങ്ങൾക്ക് തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ പറ്റുമോ, അത് സ്ഥാപിച്ചിട്ട് പറ മിനി പാകിസ്ഥാൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ട്വിസ്റ്റാണ്. ഇതിൻ്റെ കാരണം ഈ തുഞ്ചൻ പ്രതിമ തിരൂർ നഗരസഭയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം മതമൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും അതിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണെന്നൊരു പ്രചാരണം കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് കേരളത്തിലുണ്ട്. അത് എവിടെയാണ് പ്രചാരണം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലോ കാണില്ല, വാട്സപ്പിൽ നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട്. 2001-ലോ 2002-ലോ മറ്റോ ആണ് തിരൂർ നഗരസഭ, അത് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന കമ്മിറ്റി തീരുമാനിക്കുന്നു തുഞ്ചൻ്റെ പ്രതിമ സ്ഥാപിക്കണം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ എന്ന് സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുന്നു. മലയാള മനോരമ അത് സ്പോൺസർ ചെയ്യുന്നു ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ. അപ്പോൾ തുഞ്ചൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ MTK ആയിരുന്നു അതിൻ്റെ പ്രതിമാ നിർമ്മാണം, മേൽനോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ശില്പിയെ അത് ഏൽപ്പിച്ചു. ശില്പി തുഞ്ചൻ്റെ ഫോട്ടോ ലഭ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നൊരു ശില്പം നിർമ്മിച്ചു. ആ ശില്പത്തിന് മുഖം ഉണ്ടായിരുന്നില്ല, ഒരു രൂപമാണ്, ഒരു മനുഷ്യരൂപമാണ്. അപ്പോൾ പല കോണുകളിൽ നിന്ന് MT ഉൾപ്പെടെ പലരിൽ നിന്ന് എതിർപ്പ് ഉയർന്നു വന്നു. ഒരു മുഖമില്ലാത്ത എഴുത്തച്ഛനെയല്ല അവിടെ സ്ഥാപിക്കേണ്ടതെന്ന് എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ ആ പ്രതിമ വയ്ക്കേണ്ട, പകരം ഒരു തൂലികയും ഒരു മഷിക്കുപ്പിയും സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് 2002-ലോ മറ്റോ നടന്ന കാര്യം, ഞാൻ അന്ന് പത്രത്തിൽ വായിച്ച ഓർമ്മയുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ആഫ്റ്റർ സോഷ്യൽ മീഡിയ ഇതിനെ ട്വിസ്റ്റ് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിലെ താലിബാൻ, അങ്ങനെ തന്നെ താലിബാൻ മനോഭാവമുള്ളവരുടെ എതിർപ്പിനെ തുടർന്ന് പ്രതിമാ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ്. ഇത് ഇവിടെ ഒന്നും തീരുന്നില്ല. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. OV വിജയൻ പഠിച്ചൊരു സ്കൂളുണ്ട് കോട്ടയ്ക്കൽ, ഒരു ഗവൺമെൻറ് രാജാസ് ഹൈസ്കൂൾ എന്നാണ് പേര്. അപ്പോൾ ആ സ്കൂളിൻ്റെ PTA അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചു OV വിജയന് സ്മാരകമായിട്ട് ഒരു പാർക്ക് നിർമ്മിക്കുക, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും ഈ കൂമൻകാവൊക്കെ വെച്ചിട്ടുള്ളൊരു പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ കോട്ടയ്ക്കൽ നഗരസഭ എന്ന ലീഗാണ് ഭരിക്കുന്നത്. കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് അവർ പെർമിഷൻ എടുത്തില്ല. സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൻ്റെ ചുമതല നഗരസഭയ്ക്കായിരിക്കെ പെർമിഷൻ ആവശ്യമാണ്. അവർ പെർമിഷൻ എടുക്കാതെ നിർമ്മിച്ചപ്പോൾ ഈ നഗരസഭ ചെയർപേഴ്സൺ അതിൽ ഉടക്കു വെച്ചു, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ സാംസ്കാരിക ലോകം ഇടപെട്ടു. സാംസ്കാരിക ലോകം എന്ന് പറഞ്ഞാൽ പുകസ ഉൾപ്പെടെ KSTA ഉൾപ്പെടെ ഉള്ളവരൊക്കെ അതിനെതിരെ ഇതേ താലിബാൻ ആരോപണമായി മുന്നോട്ട് വന്നു. ലീഗിൻ്റെ താലിബാൻ മനോഭാവം കൊണ്ടാണ് അത് തടയുന്നതെന്ന് പറഞ്ഞ് രംഗത്തെത്തി. പ്രസ്താവന ഇപ്പോഴും നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ രംഗത്തെത്തി കഴിഞ്ഞപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ ഈ നഗരസഭാ ചെയർപേഴ്സൺ അയഞ്ഞു. അവർ ആ പ്രതിമാ നിർമ്മാണത്തിന് സമ്മതിച്ചു. അപ്പോൾ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ സമ്മതിക്കുന്ന ദിവസം മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി ഈ ചാക്കിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ശില്പം. തുറന്നു നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണടയും മൂക്കും തകർക്കപ്പെട്ട നിലയിൽ കണ്ടു. അത് പിന്നീട് വലിയ വിവാദമായി. അതിലും വലിയ വിവാദമായി. അത് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ പ്രതിമ സ്ഥാപിച്ചതിനോട് വരെ തുലനം ചെയ്തുകൊണ്ട് വാർത്തകളോട് സൃഷ്ടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ഈ നഗരസഭ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അത് പ്രതിമയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി അത് അനാച്ഛാദനം ചെയ്ത് സമ്മതിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതേ OV വിജയന് പാലക്കാട്ടൊരു പ്രതിമ ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാട് ടൗണിൽ SBI ജംഗ്ഷൻ, ആ ബാങ്കിന് മുമ്പിൽ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ പ്രതിമ കാണാതായി. അപ്പോൾ പ്രതിമ കാണാതെ, ഒരു പൊതുസ്ഥലത്ത് നിൽക്കുന്ന പ്രതിമ കാണാതാവുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുമല്ലോ. പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ല ആരോ പറഞ്ഞു വിടുന്ന പ്രതിമ ഇവിടെ പോയി എന്ന് പറയുമ്പോൾ ആർക്കും അറിയില്ല, നഗരസഭയ്ക്ക് അറിയില്ല, ആർക്കും അറിയില്ല അവിടെ പോയി. അവസാനം നഗരസഭാ ഓഫീസിനകത്ത് ഒരു മൂലയ്ക്ക് ഈ പ്രതിമ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതിന് നഗരസഭ കൊടുത്ത വിശദീകരണം ഇത് റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൽ മാറ്റിയതായിരിക്കും എന്നാണ് പറയുന്നത്. OV വിജയൻ്റെ പ്രതിമ കാണാതായിട്ട് നഗരസഭയുടെ പ്രതികരണം, അത് റോഡ് വൈഡനിങ്ങിൻ്റെ ആരും എടുത്ത് മാറ്റി, എവിടെയാണെന്ന് പോലും അറിയാതെ ദിവസങ്ങളോളം വിവാദം നിന്നു. ഈ നഗരസഭ ഭരിക്കുന്ന BJP ആണ്, അത് ഓർക്കണം. 2016 നടന്ന സംഭവമാണ്. പിന്നീട് ഈ OV വിജയൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ സ്ഥാപിക്കാൻ വേണ്ടി ഈ പ്രതിമ കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഘടന കൊണ്ടുപോയി ഒരു കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു. അവിടെ വണ്ടി പോകുമ്പോൾ ഈ പ്രതിമ കാരണം റോഡ് കാണുന്നില്ല. കോടതി ഉത്തരവിട്ട് അത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. അത് പൊളിച്ചു മാറ്റി. അവസാനം ഈ തസ്രാക്ക് ഉണ്ടല്ലോ, തസ്രാക്കിലെ OV വിജയൻ സ്മാരകമുണ്ട്, അങ്ങോട്ട് അത് കൊണ്ടുപോയി. അത് ഇപ്പോഴും വിവാദമാണ്. ആ പ്രതിമ ഇപ്പോഴും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എവിടെയാണ് ആ പ്രതിമ ഇരിക്കുന്നത്? തസ്രാക്കിലിരിക്കുകയാണത്. പാലക്കാട്ട് അങ്ങനെ ഒരു പ്രതിമയില്ല. OV വിജയന് പാലക്കാട്ട് പ്രതിമയില്ല. പക്ഷേ ഈ പാലക്കാട്ട് നടന്ന സംഭവത്തെ നമ്മളാരും പറയില്ല, അത് ഇസ്ലാമോഫോബിയ അല്ല. എന്നാൽ അതേ OV വിജയൻ്റെ ഇത് കോട്ടയ്ക്കലാണെങ്കിൽ അത് ഈ മതമൗലികവാദികളുടെ പ്രശ്നമാണ്. ഈ ഒരു മനോഭാവം, ഇത് ഞാൻ BJP മാത്രമല്ല കുറ്റം പറയും. ഇതേ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, KSTA-യും പുക്കസയും ഉൾപ്പെടെ മലപ്പുറത്തെ ഈ OV വിജയൻ വിഷയത്തിൽ ചന്ദ്രഹാസം വിളക്കി ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു മനോഭാവം സൃഷ്ടിക്കുന്നതിൽ BJP വിജയിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായത് മലപ്പുറത്ത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന ഒരു പൊതു മനോഭാവം സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞൊരു 15 വർഷത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യുഗത്തിന് ശേഷം, ഇൻ്റർനെറ്റ് യുഗം എന്ന് പറയാൻ കാരണം
ഈ തിരൂർ സംഭവം ഉണ്ടാകുന്ന സമയത്ത്, തിരൂർ തുഞ്ചൻ പ്രതിമ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഇൻ്റർനെറ്റ് വ്യാപകമല്ല. അന്ന് പത്രങ്ങളും മാസികകളും അച്ചടി മാധ്യമങ്ങളും ആളുകൾ വായിക്കുന്നത്. ഇന്ന് വായിക്കുന്നത് ആളുകൾ വാട്സപ്പ് ഫോർവേഡുകളാണ്. അപ്പോൾ ഇങ്ങനൊരു പൊതു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ആ മനോഭാവമാണ് ജയസൂര്യൻ പറയുന്നത്, ആ മനോഭാവമാണ് നിതേഷ് റാണ പറയുന്നത്, അത് തന്നെയാണ് എ വിജയരാഘവനും പറയുന്നത്. ശരി, എന്തായാലും നേരത്തെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ ഈ BJP-യുടെ കേന്ദ്ര നേതാക്കന്മാർ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല എന്ന് നാം കരുതുന്ന നേതാക്കന്മാരുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ എന്ന നിലയിലാണ് ഇത് അകന്നു നിന്നിരുന്നത്. പക്ഷേ അതിനാതിഥ്യം കൊടുത്തു വിജയരാഘവൻ്റെ നാവ് എന്നതാണ് പുതിയ വിവാദത്തിൻ്റെ ഈ പ്രശ്ന പരിസരത്തെ കൂടുതൽ പ്രസക്തവും ഗൗരവമുള്ളതുമാക്കുന്നത്.